ഡോക്ടർ കെ ശാന്തകുമാർ കൂടി ചേരുന്നുണ്ട്. ശ്രീ ശാന്തകുമാർ, പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളിലെല്ലാം നടപടികളിലുമെല്ലാം അനിശ്ചിതത്വം വീണ്ടും നിലനിൽക്കുകയാണ്. ഇത് ശരിക്കും രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവിലയിൽ വലിയ ഇടിവ് നേരിടുന്നതിന് കാരണമാകുന്നു. നിലവിലെ ഈ ഒരു ട്രെൻഡ് കുറെ കാലം കൂടെ പ്രതീക്ഷിക്കാം അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഡോളറിന്റെ പ്രൈസും ഗോൾഡിന്റെ പ്രൈസും കൂടി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഇപ്പോൾ ഡോളറിന്റെ ഇൻഡെക്സ് 97 ആയിരുന്നത് 100 പിന്നെ 10 ഇയർ ബോണ്ട് ഈൽഡ് 4.35 ഉണ്ട്. അപ്പോൾ ഒരുപാട് പൈസ എല്ലാ കറൻസികളിൽ നിന്നും യു എസ് ബോണ്ടിലേക്ക് പോവാണ്. അപ്പൊ അതുകൊണ്ട് ഗോൾഡിന്റെ പ്രൈസ് താഴാനുള്ള ഒരു കാരണം അതാണ്. പക്ഷെ അതേസമയം തന്നെ പല രാജ്യങ്ങളും ഗോൾഡ് വിറ്റിട്ട് ആ ഗോൾഡ് അവർ കറൻസി സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി ഗോൾഡ് വിൽക്കുന്നില്ല. ഉദാഹരണമായിട്ട് റഷ്യ, ബൾഗേറിയ, കസാക്കിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രാജ്യങ്ങളൊക്കെ ഗോൾഡ് വിൽക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഗോൾഡിന്റെ പ്രൈസ് പിന്നെ പെട്ടെന്ന് താഴുമ്പോ പിന്നെ കൺട്രീസ് ഇപ്പൊ അവരും കുറച്ച് പ്രോഫിറ്റ് ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. രാജ്യങ്ങൾ വല്ലാണ്ട് വില കയറുമ്പോൾ അവർ വിറ്റിട്ട് അത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. പിന്നെ ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ ചില രാജ്യങ്ങള് പോളണ്ടൊക്കെ അവരിത് വിറ്റിട്ട് ഗോൾഡ് വിറ്റിട്ട് 13 ബില്യൺ ഡോളറിന്റെ വിറ്റ് ചെയ്യേണ്ട അവർ എക്യുപ്മെന്റ്സ് ഒക്കെ വാങ്ങിക്കുകയാണ്, ഡിഫൻസ് എക്യുപ്മെന്റ്സ് ഒക്കെ. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് ഗോൾഡ് സ്റ്റഡി ആയിട്ട് നിൽക്കുന്നത്. പിന്നെ ഇന്ത്യയിലെ ഗോൾഡിന്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ റുപ്പി ഇപ്പോൾ അങ്ങനെ വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇവിടെ നിന്നൊക്കെ ഒരുപാട് ഈ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സും എല്ലാം ഇവിടുന്ന് ഡോളർ അമേരിക്കയിലെ ബോണ്ടിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന കാരണം ഡോളർ ഔട്ട്ഫ്ലോ ഉണ്ട്. പിന്നെ ഈ ഓയിലിന്റെ ഒക്കെ പ്രൈസ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ എക്സ്ചേഞ്ച് അതിനുവേണ്ടി ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ റുപ്പി 92 എന്നുള്ളതൊക്കെ ഇപ്പൊ 94 കടന്നു. ഇനി വാർ കണ്ടിന്യൂ ആണെങ്കിൽ വീണ്ടും റുപ്പി വീണ്ടും വീക്ക് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രൈസ് ഇങ്ങനെ വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ലോകത്തിലെ പ്രൈസ് ഇപ്പോൾ മാർച്ച് 1 ഒരു ടോപ്പ് റെക്കോർഡർ പ്രൈസ് എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ അത് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 23, 24, 25 ആയിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വീണ്ടും ഗോൾഡ് പ്രൈസ് മേലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അതിന് കുറച്ചുകൂടി മേലോട്ട് കയറും. ഈ ഇങ്ങനെ സാഹചര്യം നിൽക്കുകയാണെങ്കിലും ഗോൾഡിന്റെ പ്രൈസ് ഇപ്പോൾ ഒരു 1,40,000 ഫോർ 10 grams ഒക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. അത് എന്നാണ് എൻ്റെ ഒരു ഇതിനെ കുറിച്ചുള്ള ഷോർട്ട് ഒരു ഒബ്സർവേഷൻ. ഓക്കെ, എന്നാലും പല രാജ്യങ്ങളും ഇന്ന് സ്വർണം വിറ്റ് ഡോളറും യൂറോയും ഒക്കെ സ്വന്തമാക്കുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരു സ്ഥിതി തുടർന്നു കഴിഞ്ഞാൽ വീണ്ടും സ്വർണത്തിന്റെ ഡിമാൻഡ് കുറയുകയല്ലേ ചെയ്യുക? അല്ല, അതാണ് രണ്ടും നടക്കുന്നുണ്ട്. അതായത് ഈ റഷ്യ, ഉസ്ബെക്കിസ്ഥാൻ, ടർക്കി എന്നുള്ള രാജ്യങ്ങളൊക്കെ വിറ്റിട്ട് അവരുടെ കറൻസി ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ബൾഗേരിയ ഒക്കെ ലേറ്റസ്റ്റ് ബൾഗേരിയ ആണ്. പക്ഷെ അതേസമയം ഇന്തോനേഷ്യ, മലേഷ്യ, ഗോട്ടിമാല എന്നുള്ള പുതിയ രാജ്യങ്ങൾ ഇപ്പൊ ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇന്ത്യ, ചൈനയാണ് ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഗോൾഡ് പ്രൈസ് താഴുമ്പോൾ ഒക്കെ ചൈന നന്നായിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട്, ഇന്ത്യയും വാങ്ങുന്നുണ്ട്, ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ രണ്ടും കൂടി ഏകദേശം ബാലൻസ് ചെയ്ത് പോകുന്നുണ്ട്. മറ്റു രാജ്യങ്ങൾ വിൽക്കുമ്പോൾ മറ്റേ രാജ്യങ്ങൾ വാങ്ങി, അതുകൊണ്ടാണ് കുറച്ചുകൂടിയും പ്രൈസ് വല്ലാണ്ട് ഡ്രോപ്പ് ചെയ്ത് വരാത്തത്. സോവറിൻ സെയിൽസിനനുസരിച്ച് കറസ്പോണ്ടിങ് വേറെ രാജ്യങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രൈസ് വല്ലാതെ താഴ്ത്തിക്കുമ്പോൾ സാധ്യതയില്ല. ഒരു 2026 അതൊരു 1,40,000 മാർക്കിലൊക്കെ നിൽക്കാം. അതൊരു 150, 55 ഒക്കെ വന്നതാണല്ലോ. ഒരു 140 സ്റ്റഡി ആയിട്ട് നിൽക്കുന്നതാണ് എൻ്റെ ഒരു നിഗമനം. ഈ ശരിക്കും പറഞ്ഞാൽ ഈ സ്വർണത്തിൽ ഈ പ്രവചനങ്ങളൊക്കെ നമുക്ക്, അല്ലെങ്കിൽ ഈ ഒരു പ്രഡിക്ഷൻ, അല്ലെങ്കിൽ അതിനൊക്കെ എത്രത്തോളം സാധ്യതയുണ്ട്? കാരണം ഈ യുദ്ധ പശ്ചാത്തലം സാധാരണഗതിയിൽ സ്വർണത്തിന് വലിയ ഡിമാൻഡ് ഉയർത്തുകയാണ് ചെയ്തത്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് വില താഴ്ന്നു വരുന്നതാണ് കണ്ടത്. ഇനിയും യുദ്ധം തുടർന്നാൽ ഇനിയും താഴേക്ക് സ്വർണ്ണവില എത്താനുള്ളൊരു സാധ്യത തന്നെയല്ലേ നിലനിൽക്കുന്നത്? അതേപോലെ തന്നെ യുദ്ധം അവസാനിപ്പിച്ചാൽ വീണ്ടും ഈ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇരട്ടിയിലധികമായി വർദ്ധിക്കാനും ഇടയുണ്ടല്ലേ? അല്ല, ഇപ്പൊ സ്വർണം മറ്റു സാധാരണ വരുമ്പോൾ യുദ്ധം വരുമ്പോൾ വില കൂടുക എന്ന് പറഞ്ഞാൽ വളരെ ശരിയാണ്. പക്ഷെ ഇത്തവണ എന്താ നടക്കണമെന്ന് വിചാരിച്ചാൽ ഓയിലിന്റെ വില കൂടുതലുണ്ടല്ലോ. അപ്പൊ ഓയിലിന്റെ വില കൂടുമ്പോൾ ഓയിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ വേണം. ആ പൈസയ്ക്ക് വേണ്ടിയിട്ട് രാജ്യങ്ങൾ ഈ ഗോൾഡ് വിറ്റിട്ട് ആ പൈസ ഉപയോഗിച്ചിട്ടാണ് സ്വർണം വാങ്ങിക്കുന്നത്. രണ്ടാമതായിട്ട് ഡോളർ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ് യുദ്ധത്തിന്റെ സമയത്ത്. ഞാൻ പറഞ്ഞു ഡോളർ ഇൻഡെക്സ് 97 100. അതുപോലെ ബോണ്ട് ഈൽഡും വളരെയധികം ഹൈ ആണ്. അപ്പോൾ ഡോളർ സ്ട്രോങ് ആകുമ്പോൾ ഓരോ കറൻസികളും വീക്ക് ആകുമ്പോൾ ഒരു സർട്ടൻ ഏജ് കഴിയുമ്പോൾ ഒരു കറൻസി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗോൾഡ് വിറ്റിട്ട് അവരെ കറൻസി സപ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പ്രൈസ് വല്ലാണ്ട് താഴോട്ട് പോകാത്തത്. താഴോട്ട് പോകാൻ ഈ യുദ്ധം വരുമ്പോൾ താഴോട്ട് അധികം പോവില്ല. പോകുമ്പോൾ എന്താ വെച്ചാൽ വേറെ രാജ്യങ്ങൾ, ഇപ്പോൾ ചൈനയൊക്കെ അവർക്ക് ഫോറിൻ എക്സ്ചേഞ്ചിലൊന്നും വലിയ പ്രോബ്ലം ഇല്ല. അപ്പോൾ ചൈന ഈ ഓരോ ഡിപ്പ് കാണുമ്പോഴും ചൈന നന്നായിട്ട് ഗോൾഡ് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ വെച്ചാൽ അവർ ഡോളറിന്റെ ഡിപ്പെൻഡൻസി മാറ്റിയിട്ട് ഗോൾഡിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല രാജ്യങ്ങളും ശ്രമിക്കുന്നതിന്റെ കൂട്ടത്തിലുള്ള ഒരു ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. അതായത് ഈ നിലവിലെ കണക്കുകളും അല്ലെങ്കിൽ ട്രെൻഡുകളും പരിശോധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ 1,00,000, താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ 1,45,000 മുകളിലേക്ക് സ്വർണ്ണവില എത്താൻ സാധ്യതയുണ്ട്. അല്ലാതെ 1,00,000 താഴേക്കൊന്നും പ്രതീക്ഷിക്കേണ്ട അല്ലേ?
ഇല്ല ലോവസ്റ്റ് പോവാണെങ്കിൽ ഒരു 120 അതിന് താഴത്തേക്ക് പോകാൻ സാധ്യതയില്ല. അപ്പോഴേക്കും പിന്നെ വേറെ രാജ്യങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് ഗോൾഡിന്റെ പ്രൈസ് കയറി പോകും. അതിൽ താഴെ പോകാൻ സാധ്യത കുറവാണെന്നാണ് എൻ്റെ ഒരു അസസ്മെന്റ്. വളരെയധികം നന്ദി ഈ അവസരത്തിൽ പ്രതികരിച്ചില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.